ഹായ് ഓൾ. ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇപ്പോൾ ഉണ്ട്. എങ്കിലും നമ്മുടെ കട്ടപ്പനയുടെ അടുത്ത് കാൽവരി കുന്നിൽ, അതായത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ കല്യാണത്തണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നീലക്കുറിഞ്ഞി ആദ്യമായിട്ട് പൂത്തിരിക്കുകയാണ്. അത് മൂന്നാറിലൊക്കെ ആകുന്ന മറ്റേ 12 വർഷത്തിൽ ഒരു തവണ പൂക്കുന്ന നീലക്കുറിഞ്ഞിയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് നമുക്കിനി നെക്സ്റ്റ് ടൈം പൂത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. ഒരുപാട് നമുക്ക് നടക്കാനൊന്നുമില്ല, ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വണ്ടി ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ അങ്ങനെ നടന്നു പോയി കഴിയുമ്പോഴത്തേന് ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ വെള്ളം നിൽക്കുന്ന കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ വെള്ളം കുറവാണ്, ശക്തമായ മഴയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഡാമിൽ വെള്ളം നിറയാൻ വേണ്ടി മാത്രമുള്ള മഴയൊന്നും ആയിട്ടില്ല. വൈകാതെ നമുക്ക് ഡാം വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. രണ്ട് രീതിയിൽ, ഒന്ന് ഇതിൻ്റെ ഭംഗിയും രണ്ടാമത്തെ രീതിയിൽ ഇതിൻ്റെ ഒരു ഭീകരതയും, രണ്ടും നമ്മളെ അവിടെ നിൽക്കുമ്പം ചിന്തിപ്പിക്കുന്ന ഫാക്ടേഴ്സാണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് നടന്ന് കയറി പോകേണ്ടത്. വഴിയായിട്ടില്ല, പക്ഷേ ആളുകൾ നടന്നൊരു ഒരു ഇത് ഫോം ചെയ്തിട്ടുണ്ട് അവിടെ. നമ്മൾ അതിലെ നടക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. കാര്യം ഒരു സൈഡിൽ ചരിവാണ്, പിന്നെ പാറകളാണ്, നന്നായിട്ട് സ്ലിപ്പറിയാണ്. മഴയും കൂടെ പെയ്തിട്ട് നമ്മൾ തെന്നി പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നല്ലപോലെ ശ്രദ്ധിച്ച് വേണം, ഓരോ കാലും ഉറപ്പിച്ച് നടക്കണം. അങ്ങനെ സൂക്ഷിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു സൈഡിൽ ഈ വ്യൂ കണ്ട് വേണം കയറി പോകാനായിട്ട്. പോകുന്തോറും ഈ വ്യൂവിൻ്റെ ഭംഗി കൂടി വരും ഉയരത്തിലേക്ക് പോകുന്തോറും. പിന്നെ നമ്മൾ നീലക്കുറിഞ്ഞിയുടെ അവസാന ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. മഴയും പിന്നെ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടും കുറേയൊക്കെ അവിടെ നശിച്ചു പോയിട്ടുണ്ട്, ആദ്യമായിട്ടുണ്ടായതാണെങ്കിലും. പിന്നെ ഉള്ളത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മഴയായിട്ട്. ഈ വെള്ളത്തിന് ഭംഗിയുമുണ്ട്, അതിൻ്റെ സൈലൻസ് എന്തോ നമ്മളോട് പറയുന്ന പോലെയുണ്ട്. അത് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂസ് ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് കാണുമ്പോൾ ഒരു ഭയവും തോന്നുന്നുണ്ട്, അനങ്ങാതെ കിടക്കുന്ന ഈ വെള്ളം. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു.